ടോപ്പ് 5 ന്യൂ ഇയർ സ്പോർട്സ് ഇൻ ദുബായ്. ഏതായിരിക്കും നമ്മുടെ ഫിഫ്ത് പൊസിഷനിൽ ബുർജ് ഖലീഫ. ഞാൻ പറയുന്നത് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ആ സമയത്തൊന്നും അവിടെ അടുക്കാൻ പറ്റത്തില്ല. മെട്രോ സ്റ്റേഷനൊക്കെ 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഫയർ വർക്ക് കഴിഞ്ഞാലും തിരിച്ചു വരാനും ഭയങ്കര പാടാണ്. ഫിഫ്ത് പൊസിഷൻ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന ആ സ്പെക്ടക്കിൾ കിട്ടില്ലാനായിരിക്കും. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഫോർത്ത് പൊസിഷൻ? ഗ്ലോബൽ വില്ലേജ്. രാത്രി 8 മണി തൊട്ട് ഫയർ വർക്ക്സ് തുടങ്ങും. അതായത് 7 ഡിഫറെന്റ് ന്യൂ ഇയർ ഫയർ വർക്ക്സ് വിത്ത് 7 ഡിഫറെന്റ് ടൈം സോൺസ്, 7 ഡിഫറെന്റ് കൗണ്ട് ഡൗൺ. ഓരോ കൺട്രിയുടെ ടൈം അനുസരിച്ചാണ് ഓരോ ഫയർ വർക്ക്. എൻട്രി എനിക്ക് 25 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഏതായിരിക്കും നമ്മുടെ തേർഡ് പൊസിഷൻ? മ്യൂസിക്കും വൈബും ആണ്. ഫയർ വർക്സിനേക്കാളും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നെങ്കിൽ ദുബായ് ഇഷ്ടം പോലെ കൺസേർട്സ് നടക്കുന്ന ഒരു ടൈമും കൂടിയാണ്. അബുദാബിയിൽ ഒരു അലീഷ്യ കീസും ജോൺ ലെജന്റിന്റെയും കൺസേർട്ട് ഉണ്ട് അബുദാബി. പിന്നെ ദുബായ് അറ്റ്ലാന്റിസിൽ മറൂൺ 5ന്റെ കൺസേർട്ട് ഉണ്ട്. കുറെ ഡിജേസും കുറെ ആർട്ടിസ്റ്റും ഒന്ന് പ്ലേ ചെയ്യുന്ന ടൈം. തേർഡ് പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൺസേർട്സിനാണ് കൊടുക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ സെക്കൻഡ് പൊസിഷൻ? സെക്കൻഡ് പൊസിഷനിൽ റാസൽ ഖൈമ മർജാൻ ഐലൻഡ്. മറ്റേ 15 മിനിറ്റ് അവിടെ ലാർജസ്റ്റ് ക്യാപ്പിലുള്ള ഒരു ഫയർ വർക്ക്സ് അവർ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. 15 മിനിറ്റോളം നീളുന്ന ഫയർ വർക്ക്, 2600 ഡ്രോൺ ഷോ ഉണ്ട്. 4.5 കിലോമീറ്റർ നീളത്തിലാണ് ഫയർ വർക്ക് നടക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ? നമ്മുടെ അബുദാബി സയദ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള വദ്ബയിൽ നടക്കുന്ന 62 മിനിറ്റ് ലോങ് വേൾഡ് റെക്കോർഡ് ബ്രേക്കിംഗ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ഫയർ വർക്ക് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 10 ദിർഹംസേ ഉള്ളൂ എൻട്രി. ഡ്രോൺ ഷോ ഉണ്ട്. 6500 ഡ്രോൺസ് ആണ്, 3D ഡ്രോൺസ്. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് 5. ഇനിയിപ്പോ നിങ്ങളുടെ ടോപ്പ് 5 ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളും കൂടെ അറിയട്ടെ.